ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് കുസാറ്റിൻ്റെ 2024 മെയ് മാസം നടക്കാൻ പോകുന്ന MSc മാത്തമാറ്റിക്സ് എൻട്രൻസിൻ്റെ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഓരോ വീഡിയോസ്, അതായത് നമുക്കറിയാം നിങ്ങൾ പ്രോസ്പെക്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും. 2024 മെയ് മാസം നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോസ്പെക്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ MSc എൻട്രൻസ് എഴുതാൻ പോകുന്ന MSc മാത്തമാറ്റിക്സ് എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ടോപ്പിക് വൈസ് സിലബസ് കൊടുത്തിട്ടില്ല. നമ്മളുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന BSc മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളും അതുപോലെ +2 ലെവലിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. അതുപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഡിഗ്രി ലെവൽ മാത്തമാറ്റിക്സിലുള്ള ഭാഗങ്ങൾ ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് അതിനകത്ത് കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലാതെ കൃത്യമായിട്ട് ടോപ്പിക് വൈസിട്ടുള്ള സിലബസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ MCAയുടെ ക്ലാസ്സും ചെയ്യുന്നുണ്ട്, ക്രാഷ് കോഴ്സും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് MSc മാത്തമാറ്റിക്സ് എൻട്രൻസിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കണ്ടന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിയൽ അനാലിസിസിൽ വരുന്ന കോഷി സീക്വൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിലുള്ള ഡിഗ്രി ലെവലിൽ ഏകദേശം സിലബസുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും. 6th സെമസ്റ്റർ എക്സാമിലേക്ക് കുട്ടികൾ എത്തി നിൽക്കുന്നുണ്ടാവും. അതിന് മുന്നേ കഴിഞ്ഞവർ ആ കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയില്ല. നമുക്ക് ആ എക്സാമിന്, എൻട്രൻസ് എക്സാമിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഷി സീക്വൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സീക്വൻസ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് XN എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്ന ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പല രീതിയിൽ കോമൺലി നമ്മൾ എന്താണ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ സീക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയണം. സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ X = XN എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ഈ X എന്ന് പറയുന്നത്, X എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, സാധാരണ നമ്മൾ F എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് X എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. എവിടെ നിന്ന് എവിടത്തേക്കുള്ള ഫംഗ്ഷനാണ്? നാച്ചുറൽ നമ്പറിന് റിയൽ സീക്വൻസ് ആണെങ്കിൽ റിയൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ റിയൽ നമ്പറിന്റെ സബ്സെറ്റിലേക്കോ ഉള്ളൊരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്തുള്ള ടേമുകൾ നമ്മൾ ഇപ്പോൾ XN എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, X = XN എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാറുണ്ട്? X1, X2, X3, etc. എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ എഴുതാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു സീക്വൻസിനെ നോക്കിയിട്ട് നമ്മൾ കോഷി ആണെന്ന് പറയണമെങ്കിൽ, ആ സീക്വൻസിന് കോഷി സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഏതൊരു എപ്സിലോൺ > 0 എടുത്താലും, അതായത് 0-നേക്കാൾ കൂടുതലായിട്ടുള്ള ഏതൊരു നമ്പർ എടുത്താലും, അത് വളരെ ചെറുതോ വലുതോ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു നമ്പർ എടുത്താലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ സീക്വൻസിലുള്ള ഒരു പർട്ടിക്കുലർ ടേമിന് ശേഷം, ഇപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ ആർബിട്രറി ആണ്, ഓരോ ആൾക്കാർ എടുക്കുന്നതിനനുസരിച്ച് മാറി. ഇപ്പൊ ഞാനൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സീക്വൻസിനെ നോക്കിയിട്ട് ഒരാൾ കോഷിയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു എപ്സിലോൺ കൊണ്ടുവന്നാൽ ഈ സീക്വൻസിൽ ഒരു പർട്ടിക്കുലർ ടേമിന് ശേഷമുള്ളത്, അതാണ് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയാറ് H(epsilon). അതായത് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. ആ നാച്ചുറൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് H(epsilon). ഒരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. ആ നാച്ചുറൽ നമ്പറിന് ശേഷം എന്താണ്, ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്നാൽ ആ നാച്ചുറൽ നമ്പർ ഇപ്പോൾ 200 ആണ് പറയുന്നതെങ്കിൽ 200ാമത്തെ ടേമിന് ശേഷം വരുന്ന ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് XN - XM എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എടുത്ത് ഈ എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും. അതായത് ഫോർ എവരി M, N is greater than or equal to H(epsilon) എന്നാണ് നമ്മൾ ഡെഫിനിഷൻ പറയാറ്. അപ്പോൾ നാച്ചുറൽ നമ്പറിന് റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 1ന്റെ ഒരു ഇമേജ് ആയിട്ട് ഒരാളുണ്ടാവും, അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി. ഇനി 2ന്റെ ഇമേജ് ആയിട്ട് ഒരാളുണ്ട്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. 3യുടെ ഇമേജ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു സീക്വൻസ്, കോഷി സീക്വൻസ് ആണ്. ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന നാച്ചുറൽ നമ്പറുകളുടെ ഇമേജുകളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന ഏത് രണ്ടാൾക്കാരുടെ അവരുടെ ഇമേജുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻസിന്റെ മോഡ് വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ എടുത്തിരിക്കുന്ന എപ്സിലോണിനും കുറവായിരിക്കും.
ഓക്കെ, അങ്ങനെ ആവുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയാ, കോഷി സീക്വൻസ് എന്ന് പറയാം. ഇനി ഒരാൾ മാറ്റി വേറൊരു എപ്സിലോൺ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എപ്സിലോണിന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു 200ാമത്തെ ടേമിന് ശേഷമുള്ളവരാണ് ഈ കണ്ടീഷൻ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ചെറുതാണ് എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും, നമ്പർ എപ്സിലോൺ എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ചെറുതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 300ാമത്തെ ടേമിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. ആ നാച്ചുറൽ നമ്പറിന് ശേഷം അല്ല എത്രാമത്തെ ടേമിന് ശേഷം വരുന്ന ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും, ഈ എപ്സിലോണിലും കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഈ അതിലുള്ള ഏത് രണ്ടാൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എപ്സിലോണിലും കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, കോഷി സീക്വൻസ് എന്ന് പറയാൻ പറ്റും. ഇതാണ് കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ പറയാൻ പറ്റും, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number h epsilon such that modulus of xn minus xm is less than epsilon for every m comma n greater than or equal to h epsilon എന്നാണ് എന്ത് ചെയ്യുന്നത്, കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറെ തിയറങ്ങളൊക്കെ പഠിക്കുന്നത്, തിയറങ്ങളൊന്നും നമ്മൾ എൻട്രൻസിൽ പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ല. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു സീക്വൻസ് കോഷി ആണെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും, കൺവേർജന്റ് ആയിരിക്കും. കൺവേർജന്റ് ആയിരിക്കും. ഒരു സീക്വൻസ് കോഷി ആണെങ്കിൽ അതെന്തായിരിക്കും, കൺവേർജന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, കൺവേർജന്റ് ആണെങ്കിൽ എന്തായിരിക്കും, കോഷി ആയിരിക്കും. അതൊരു തിയറായിട്ട് നമ്മൾ പഠിക്കാനാണ്. എ സീക്വൻസ് ഈസ് കോഷി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് കൺവേർജന്റ് എന്ന് പറഞ്ഞിട്ടാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ പഠിക്കണം. ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും, കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആവുന്ന എല്ലാ സീക്വൻസുകളും എന്തായിട്ട് വരും, കോഷി സീക്വൻസ് ആയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ നമ്മൾ കോഷി സീക്വൻസിന് ഇവിടെ നമുക്ക് പറയാം, ഒരു കോഷി സീക്വൻസിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 1/n എന്ന് പറയുന്ന സീക്വൻസ് എടുക്കാം. കാരണം 1/n എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജന്റ് ആണ്. അതുകൊണ്ട് എന്തായിട്ട് വരും, അത് കോഷി ആയിട്ട് വരും. ഓക്കെ, 1/n എന്ന് പറയുന്ന സീക്വൻസ് എടുക്കാം, 1/n² എന്ന് പറയുന്ന സീക്വൻസ് എടുക്കാം. കൺവേർട്ട് ചെയ്യുന്ന ഏത് സീക്വൻസ് എന്തായിരിക്കും, കോഷിയാണ്. അതുപോലെ കോഷി സീക്വൻസുകളൊക്കെ എന്താണ്, കൺവേർജന്റ് ആണെന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൗണ്ടഡും കോഷിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസുകളൊക്കെ കോഷി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബൗണ്ടഡ് ആയ സീക്വൻസുകളൊക്കെ എന്താണ്, കോഷി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മീൻ. ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസുകളൊക്കെ എന്താണ്, കോഷി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മീനിങ്. അല്ല എന്നാണ് ഉത്തരം. കാരണം എന്താ, ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസുകളൊക്കെ എന്തല്ല, കൺവേർജന്റ് ആവണം എന്ന് നിർബന്ധമില്ല. കാരണം നമ്മളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. എന്താണ്, -1n എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതെങ്ങനെയാ വരിക, -1 1 -1 1 ഇങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. ഈ സീക്വൻസ് എന്താണ്, ബൗണ്ടഡ് ആണ്. കാരണം ആ വാല്യൂ നമ്മൾ 1ന്റെയും -1ന്റെ ഇടയിൽ ആ വാല്യൂസ് എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. സീക്വൻസ് എന്താണ്, ബൗണ്ടഡ് ആണ്. പക്ഷെ ഇതെന്തല്ല, കൺവേർജന്റ് അല്ല. അപ്പോൾ കൺവേർജന്റ് ആയ സീക്വൻസുകളൊക്കെ കോഷിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബൗണ്ടഡ് ആണ് എന്തല്ല, കൺവേർജന്റ് അല്ല. അപ്പം എന്ത് ചെയ്യാണ്, നമുക്ക് പറയാൻ പറ്റും, ബൗണ്ടഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു സീക്വൻസ് എന്താവണമെന്നില്ല, കോഷി ആവണമെന്ന് ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി മൂന്നാമത്തെ കാര്യം, ഒരു സീക്വൻസ് കോഷി ആണെങ്കിൽ എന്തായിരിക്കും, ആ സീക്വൻസ് എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ഒരു സീക്വൻസ് കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉണ്ട്. കോഷി ആണെങ്കിൽ കൺവേർജന്റ് ആണ്, കൺവേർജന്റ് ആണെങ്കിൽ എന്താണ്, കോഷിയാണ്. പക്ഷെ എന്തല്ല, ബൗണ്ടഡ് ആണെങ്കിൽ എന്താവണമെന്നില്ല, കോഷി ആവണമെന്നില്ല. പക്ഷെ എന്താണ്, കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആവും. എന്തുകൊണ്ടാ, കോഷി സീക്വൻസുകളൊക്കെ എന്താണ്, കൺവേർജന്റ് ആണ്. കൺവേർജന്റ് സീക്വൻസുകളൊക്കെ എന്താണ്, ബൗണ്ടഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വരും, കൺവേർജന്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആയതുകൊണ്ട് എന്ത് വരും, ബൗണ്ടഡ് ആയിട്ട് വരും. ഇപ്പൊ കോഷി ഇംപ്ലൈസ് എന്താണ്, ബൗണ്ടഡ് ആണ്. പക്ഷെ ബൗണ്ടഡ് ഡസ് നോട്ട് ഇംപ്ലൈ കോഷി. ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാനുണ്ട്. ഇനി നാലാമത്തെ കാര്യം നമ്മൾ അവിടെ പഠിക്കുന്നത് മോണോട്ടോൺ ആയിട്ടുള്ള ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ, ഒരു സീക്വൻസ് മോണോട്ടോൺ ആണെന്ന് പറഞ്ഞാൽ എന്താ, മോണോട്ടോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്ങിനെയാണ് നമ്മൾ എന്താ പറയാ, മോണോട്ടോൺ. അപ്പൊ ഒരു സീക്വൻസ് ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ, ഒരു സീക്വൻസ് ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ, ആദ്യത്തെ ടേമിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കും രണ്ടാമത്തത്. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, x1നേക്കാളും ചെറുതായിട്ട് ആര് വരും, x2 വരും. പിന്നെ എന്താണ്, x3 ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ഡിക്രീസിങ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു സീക്വൻസ് ഇൻക്രീസിങ് ആണെങ്കിൽ ആ സീക്വൻസ് എന്താവണമെന്നില്ല, ബൗണ്ടഡ് ആവണമെന്നില്ല. അത് ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പോകും. അപ്പൊ എന്ത് ചെയ്യും, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇൻക്രീസിങ് ആണെങ്കിൽ എന്താവണമെന്നില്ല, ബൗണ്ടഡ് ആവണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡ് ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുന്നത് ഒരു സീക്വൻസ് ഇൻക്രീസിങ് ആണ് പക്ഷെ ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് ആയില്ല ഇൻക്രീസിങ് ആയുള്ള സീക്വൻസ് ആണെങ്കിൽ അതെന്താവണമെന്നില്ല, കൺവേർജ് ചെയ്യില്ല. അതുകൊണ്ട് എന്താവില്ല,
കോഷി ആവുക. അതുപോലെ ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതും എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അൺബൗണ്ടഡ് ആണെങ്കിൽ അതെന്താണ്, അതും എന്തായിരിക്കില്ല, കോഷി ആവുക. പക്ഷേ എന്താണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിച്ചതാണ്, ഒരു മൊണോട്ടോണിന്റെ ഭാഗത്ത് പഠിച്ചതാണ്. ഒരു മൊണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആയാൽ അതെന്ത് ചെയ്യും, കൺവേർജ്. കാരണം ബൗണ്ടഡ് മാത്രമായാൽ എന്താവില്ല, കൺവേർജന്റ് ആവില്ല. പക്ഷെ മൊണോട്ടോണും ബൗണ്ടഡും കൂടിയായാൽ അതെന്ത് ചെയ്യും, കൺവേർജന്റ് ആവും. അപ്പോൾ ഈ റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറയാൻ പറ്റും, എന്താണ്, മൊണോട്ടോൺ പ്ലസ് ബൗണ്ടഡ് എന്ന് പറയുന്നത് ചേർന്നാൽ അതെന്തായി, കോഷിയായി. മൊണോട്ടോൺ പ്ലസ്, അത് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആവാം. മൊണോട്ടോൺ പ്ലസ് ബൗണ്ടഡ് ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, കോഷിയായി. കോഷിയല്ല എന്താണ്, ബോണ്ടഡ്. അതുപോലെ കൺവേർജന്റ് സീക്വൻസുകളൊക്കെ എന്താണ്, ബോണ്ടഡ് ആണെന്ന് പഠിച്ചിട്ട്. പക്ഷെ ബോണ്ടഡ് സീക്വൻസുകളൊക്കെ എന്തല്ല, കൺവേർജന്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അഞ്ചാമത്തെ കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതും അതിൻ്റെ ഇടയിൽ ആ ഭാഗങ്ങളിലുള്ള ഒരു തിയറാണ്. എന്താണ്, എക്സ് എന്ന് പറയുന്ന സീക്വൻസും അതുപോലെ വൈ എന്ന് പറയുന്ന സീക്വൻസും എന്താണ്, കോഷി സീക്വൻസ് ആണ്. എക്സ് എന്ന് പറയുന്ന സീക്വൻസും വൈ എന്ന് പറയുന്ന സീക്വൻസും കോഷി സീക്വൻസ് ആണെങ്കിൽ എക്സ് എൻ പ്ലസ് വൈ എന്ന് പറയുന്ന പുതിയ സീക്വൻസ് എന്തായിരിക്കും, കോഷിയാണ്. എക്സ് എൻ പ്ലസ് വൈ എന്ന് പറയുന്നത് കോഷിയാണ്. അതുപോലെ എന്താണ്, എക്സ് എൻ വൈ എന്ന് പറയുന്ന സീക്വൻസും എന്താണ്, കോഷിയാണ്. ഇതും കൂടി നമ്മൾ അഡീഷണലി മനസ്സിലാക്കി വെക്കാനുണ്ട്. എക്സ് എൻ വൈ എനും കോഷിയാണെങ്കിൽ എക്സ് എൻ പ്ലസ് വൈ എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്, കോഷിയാണ്. അവരുടെ സം ചെയ്ത സീക്വൻസ് കോഷിയാണ്, അവരുടെ മൾട്ടിപ്ലൈ ചെയ്ത സീക്വൻസും എന്താണ്, കോഷിയാണ്. ഇനി നമ്മൾ എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ, കോൺട്രാക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി. അടുത്തത് കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണ്. എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റിയൽ നമ്പറിനെ നമ്മൾ കോൺട്രാക്റ്റീവ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺസ്റ്റന്റ്, ഇഫ് ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റന്റ് സി, 0ന്റെയും 1ന്റെയും ഇടയിൽ ഒരു കോൺസ്റ്റന്റ് സി നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സീക്വൻസിലുള്ള എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ സി ഇൻറ്റു എന്താണ്, എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എന്ന് വരും. അതായത് ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ x1 x2 എക്സെട്ര എന്ത് ചെയ്യാണ്, എക്സ് എൻ പ്ലസ് 1 പിന്നെ എക്സ് എൻ പ്ലസ് 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും, ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസിന് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാളും കുറവായിട്ട് എന്ത് വരും. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 നമ്പേഴ്സ് തന്നെ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ടേമുകൾക്കും ഏത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേമുകൾ എടുത്താലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വരും, കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് പറയും. നമ്മളിവിടെ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, കാരണം എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസുകളും എന്താണ്, കോഷിയാണ്. എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസുകളും എന്താണ്, കോഷിയാണ്. അതിന്റെ പ്രൂഫൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ല. എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസുകളും എന്താണ്, കോഷിയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി എല്ലാ കോഷി സീക്വൻസുകളും എന്താണ്, കൺവേർജന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് കൺവേർജന്റ് എന്ന് പറയാൻ പറ്റും. എല്ലാ കോഷി സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് പറയാൻ പറ്റും, എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് കൺവേർജന്റ് എന്ന് പറയാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു റിസൾട്ട് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഒരു കോഷി സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ആ കോഷി സീക്വൻസിലെ ടേമുകൾ ഇൻഡിജേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഇതിന്റെ അകത്തുള്ള ടേമുകൾ ഇൻഡിജേഴ്സ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്, അതെന്താണ്, കോഷിയാണ്. ഇനി ഒരാൾ പറയാണ് ആ സീക്വൻസിലുള്ള ടേമുകൾ ഇൻഡിജേഴ്സ് ആണ്, എല്ലാ ടേമുകളും എന്താണ്, ഇൻഡിജേഴ്സ് ആണെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയാൽ മാത്രമേ അതെന്ത് ചെയ്യും, കോഷിയാവും. അപ്പോൾ ഒരു സീക്വൻസ് കോഷിയാണ്, അതിനകത്തുള്ള എല്ലാ ടേമുകളും എന്താണ്, ഇൻഡിജേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ആ സീക്വൻസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് സീക്വൻസ് മാത്രമേ ആവും. കാരണം എന്താ, നിങ്ങൾ നോക്കിയാൽ മതി, ഇൻഡിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇപ്പൊ -1 എന്ത് ചെയ്യണം, -0 1 2 3 ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ടേമിന് ശേഷമുള്ള ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ഏത് നമ്പർ എടുത്താലും അതിന് താഴെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ അതെന്ത് ചെയ്യില്ല, കോഷിയല്ല. അപ്പൊ പിന്നെ കോഷിയാവാൻ, ഇൻഡിജേഴ്സ് ആയിട്ട് കോഷിയാവാനുള്ള സാധ്യത എന്ത് മാത്രമേ ഉള്ളൂ, എല്ലാവരും ഒരേ നമ്പർ വരിക, 2 2 2 2 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമിന് ശേഷമുള്ള ഏത് 2 ടേമുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേമിന് ശേഷം ഉള്ളത് എടുക്കണ്ട, എല്ലാ ഇതിലും എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 ആണ്. ഏത് നമ്പറിന്റെ താഴെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ ഒന്നുകൂടി ഓർക്കുക. ഒരു സീക്വൻസ് കോഷിയാണ്, അതിലുള്ള എല്ലാ ടേമുകളും എന്താണ്, ഇൻഡിജേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവരെല്ലാം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ് വരിക. ഒറ്റ നമ്പർ ആയിട്ട് മാത്രമേ, ഒരു കോൺസ്റ്റന്റ് സീക്വൻസുകൾ മാത്രമേ ഇൻഡിജേഴ്സ് മെമ്പേഴ്സ് ആയിട്ട് വരുന്ന കോഷി സീക്വൻസുകൾ ഉണ്ടാവും. എല്ലാ ടേമുകളും ഇൻഡിജേഴ്സ് ആയിട്ട് വരുന്ന കോഷി സീക്വൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സീക്വൻസുകൾ മാത്രമേ.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോഷി സീക്വൻസിൻ്റെ ഭാഗത്ത് ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്ന തിയറങ്ങളും ഡെഫിനിഷൻസും ഒക്കെ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തിനാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കോഷി സീക്വൻസും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ നടന്ന എക്സാം 2023 മെയ് മാസത്തിൽ നടന്ന, കഴിഞ്ഞ വർഷം നടന്ന എൻട്രൻസ് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോഷി സീക്വൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇതായിരുന്നു 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PYQ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തത് പറഞ്ഞത് എവരി കോഷി സീക്വൻസ് ഇസ് കൺവേർജന്റ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് നമ്മൾ പഠിക്കുന്നത് റിയൽ നമ്പറിലാണ് കോഷി സീക്വൻസിനെ കുറിച്ചിട്ട് ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ബാർട്ടലിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റൂ. റിയൽ അനാലിസിസ് ആണ്, അതിലാണ് നമ്മൾ കോഷി സീക്വൻസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, റിയൽ ഇതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ, ഞാൻ പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടെ കോഷി സീക്വൻസ് റിയൽ കേസിൽ, റിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് മെട്രിക് സ്പേസിന്റെ കേസിൽ എല്ലാ കോഷി സീക്വൻസുകളും എന്താണ്, കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആയ സീക്വൻസുകളൊക്കെ എന്താണ്, കോഷിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് റിയലിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്, റിയലിന്റെ ഭാഗത്താണ് വന്നത്. അതുകൊണ്ട് നമ്മൾ റിയലിന്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മെട്രിക് സ്പേസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കില്ല, കോഷി സീക്വൻസുകളൊക്കെ എന്താവണമെന്നില്ല, കൺവേർജന്റ് ആവണമെന്നില്ല. അതായത് കൺവേർജന്റ് ആയ സീക്വൻസുകളൊക്കെ എന്താണ്, കോഷിയാണ്. കൺവേർജന്റ് ആയ സീക്വൻസുകളൊക്കെ കോഷിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. എല്ലാ സ്ഥലത്തും പറയാൻ പറ്റും. ഓക്കെ, കൺവേർജന്റ് ആയ സീക്വൻസുകളൊക്കെ കോഷിയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ എല്ലാ കോഷി സീക്വൻസുകളും കൺവേർജന്റ് ആണെന്ന് ഇവിടെ മാത്രമേ പറയാൻ പറ്റൂ, കംപ്ലീറ്റ് മെട്രിക് സ്പേസിൽ മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ റിയലിന്റെ കേസിൽ എടുക്കുമ്പോൾ അത് ശരിയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് എവരി കോഷി സീക്വൻസ് ഇൻ ആർ എസ് കൺവേർജന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എവരി കോഷി സീക്വൻസ് ഇൻ ആർ ഇസ് ബൗണ്ടഡ് ആണ്. കോഷി സീക്വൻസ് കൺവേർജന്റ് ആണ്. റിയൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരും, പിന്നെ എന്ത് വരും, റിയൽ എന്താണ്, കൺവേർജന്റ് ആണ്. അതെന്ത് വരും, ബൗണ്ടഡ് ആണെന്നും നമുക്ക് കിട്ടും. ഇനി എന്താണ്, എ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഇസ് അൺബൗണ്ടഡ്. അതൊന്നുമില്ല, എന്താണ് സീക്വൻസ് ഓഫ് റിയൽ നമ്പർ, അതായത് നമ്മുടെ കൺഫ്യൂഷൻ, നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് ഇതാണെന്ന് എഴുതി പോകാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ തന്നതാണ്. എന്താണ്, സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഇസ് അൺബൗണ്ടഡ് ആവാം, ബൗണ്ടഡ് ആവാം, അതിലൊന്നും എന്തില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് മൂന്നും എന്താണ്, ശരിയാണ്. ശരിയാവാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് ശരിയാവാത്ത ഓപ്ഷൻ. എന്താണ്, എവരി കോഷി സീക്വൻസ് ഇസ് കൺവേർജന്റ് എന്ന് പറയണമെങ്കിൽ അത് ഇവിടെ മാത്രമേ പറയാൻ പറ്റൂ, കംപ്ലീറ്റ് മെട്രിക്സ് സ്പേസിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഇത് എല്ലാ കോഷി സീക്വൻസുകളും കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് അല്ലാത്ത ഒരു റാഷണൽ നമ്പറിൽ എന്ത് ചെയ്യാണ്, യൂഷ്വൽ മെട്രിക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, കംപ്ലീറ്റ് അല്ല, ആ സ്പേസ് എന്തല്ല, കംപ്ലീറ്റ് അല്ല. അപ്പോൾ അവിടെ നമുക്കൊരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ QN എന്ന് പറയുന്ന സീക്വൻസ് 10⁻n എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്താൽ ഇത് കോഷിയാണ്, പക്ഷെ അതെന്തല്ല, കൺവേർജന്റ് അല്ല. അപ്പോൾ അവിടെ എന്താണ്, ഇതാണ് തെറ്റ്. എവരി കോഷി സീക്വൻസസ് കൺവേർജന്റ് എന്നുള്ളത് എവിടെ മാത്രമേ ശരിയാവൂ, കംപ്ലീറ്റ് മെട്രിക് സ്പേസിൽ മാത്രമേ ശരിയാവൂ. അപ്പോൾ റിയലിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോഷി സീക്വൻസസ് കൺവേർജന്റ് എന്ന് പറയാൻ പറ്റും. അല്ലാത്ത കേസുകളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, കൺവേർജന്റ് ആയ സീക്വൻസുകളൊക്കെ കോഷിയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ എല്ലാ കോഷി സീക്വൻസുകളും എന്താണെന്ന് പറയാൻ പറ്റില്ല, കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കോഷി സീക്വൻസുകളൊക്കെ എന്തായിരിക്കും, ബൗണ്ടഡ് ആണെന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കൺഫ്യൂഷൻ ആക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലുള്ളതാണ്. കാരണം നമ്മൾ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് പഠിക്കുമ്പോൾ എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ, ബാർട്ടലിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ റിയൽ നമ്പറിലുള്ള കോഷി സീക്വൻസുകളെ കുറിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് എന്താവാൻ സാധ്യതയുണ്ട്, ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനും സാധ്യതയുണ്ട്, ഇതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ട പോലെ തോന്നുന്നതുകൊണ്ട് ഇതൊക്കെ ആൻസർ ചെയ്തിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എന്താണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഭാഗം നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരേണ്ട ഭാഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ആ ഭാഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.